ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ആലു സമൂസയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് മാവ് നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇനി സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞ് ബൗളിൽ ഒരു 1/4 ഭാഗത്തോളം കുക്ക്ഡ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ ഒന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടാണ് അതുകൂടി ചേർക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഹാഫ് അവറിന് ശേഷം ഡബിൾ സോഫ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിതൊരു 8 ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പത്തിരിപ്പലകമേ കുറച്ച് മൈദ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നീളത്തിൽ പരത്തിയെടുക്കണേ. ഇനി ഇതിൻ്റെ നടുവൊന്ന് മുറിച്ചിട്ട് 2 കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഒരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഈ മുറിച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് വെള്ളം തേച്ച് കൊടുക്കാം. ഇനി ഇതാ ഈ 2 അറ്റവും ഇതുപോലെ സെൻറ്ററിലോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു എൻഡ് ഭാഗത്ത് കൂടി വെള്ളം തേച്ച് കൊടുക്കാം. ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ സമോസകളായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തോളൂ. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് സമോസയുടെ ഒരു സൈഡെല്ലാം മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, 2 സൈഡും പെർഫെക്റ്റ് ആയിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ആലു സമൂസ റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആലു സമൂസ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.